ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण परमगुरवे नमः. ഗുരുദേവ തൃപാദങ്ങളാൽ രചിക്കപ്പെട്ട ദർശനമാലയിൽ അവസാനത്തെ അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ബ്രഹ്മവിദ് വരൻ എന്ന ജീവൻ മുക്തന്റെ ലക്ഷണത്തെ ആറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. സന്യസ്യ സർവകർമാണി സതതം ബ്രഹ്മനിഷ്ഠയ യശ്ചരത്യവനൗ ദേഹയാത്രായൈ ബ്രഹ്മവിദ്വരഃ. യാതൊരുവൻ സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ട് എല്ലായ്പ്പോഴും ബ്രഹ്മനിഷ്ഠയോടുകൂടി ദേഹയാത്രയെ മാത്രം ചെയ്യുന്നത്. ദേഹയാത്ര എന്ന് പറഞ്ഞാൽ ശരീര നിർവാഹനാർത്ഥം ഉള്ള കർമ്മം മാത്രം ചെയ്ത് അവനൗ ചരതി, ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ജീവൻ മുക്ത മഹാത്മാവിനെ എന്തു പറയാം? ബ്രഹ്മവിദ് വരൻ എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1-2 ക്ലാസ്സുകളിലായിട്ട് ബ്രഹ്മവിദ് വരന്റെ ലക്ഷണങ്ങളെ കുറിച്ച് വിവിധ രീതികളിൽ ചിന്തിച്ചു വരുന്നു. അപ്പൊ ഇതിൽ മുഖ്യമായ നമ്മുടെ ഒരു ചിന്തനീയ വിഷയം എന്ന് പറയുന്നത് പ്രാരബ്ധ കർമ്മം എങ്ങനെ ബ്രഹ്മവിദ് വരനിൽ സമന്വയിപ്പിക്കാൻ സാധിക്കും. കാരണം കർമ്മ സിദ്ധാന്തത്തെ കുറിച്ച് നമ്മൾ മനനം ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സംശയമാണ്, എല്ലാം പ്രാരബ്ധത്തിന് അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത്? നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സംഭവങ്ങളും അതെല്ലാം പൂർവ നിശ്ചിതങ്ങളാണ്. നാം ഏത് വീട്ടിൽ ജനിക്കണം, ആരുടെ മകനായി മകളായി ജനിക്കണം, നമുക്ക് ബന്ധുക്കളായിട്ട് ആരൊക്കെ വരണം, നമുക്ക് ഏത് ജോലി ലഭിക്കണം, നമുക്ക് എത്രത്തോളം ധനം അനുഭവിക്കാൻ യോഗമുണ്ട്, എത്രത്തോളം ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ യോഗമുണ്ട്, നാം ഏത് നിമിഷം മരിക്കും, ഇതെല്ലാം പ്രാരബ്ധവശാൽ പൂർവ നിശ്ചിതങ്ങളാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്ത് സ്വാതന്ത്ര്യം? നമ്മുടെ പ്രയത്നങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം? നാം വൃഥാ പ്രയത്നിക്കുകയില്ലേ? നാം ഇങ്ങനെ ഒരുപാട് പ്രയത്നിക്കുന്നു, ഒരുപാട് ധനം ആർജിക്കുവാൻ വേണ്ടി. പ്രാരബ്ധവശാൽ നമുക്ക് ഇത്ര മാത്രമേ ധനം നമ്മുടെ ജീവിതത്തിൽ കിട്ടൂ എന്ന് പൂർവ നിശ്ചിതമുണ്ടെങ്കിൽ, പൂർവമായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ നാം നമ്മുടെ എത്ര പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയല്ലേ ധനം കിട്ടൂ. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത് എന്ന് ചിലപ്പോൾ എല്ലാം ഉറപ്പായും നമുക്ക് ഈ കർമ്മ സിദ്ധാന്തത്തെ നല്ല രീതിയിൽ മനനം ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയമുള്ളിലുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർമ്മത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു തരത്തിലും ഉള്ള സ്വാതന്ത്ര്യമില്ലായ്മ ഇല്ല, പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ ആ പരിപൂർണ സ്വാതന്ത്ര്യം ഏത് കർമ്മത്തിലാണുള്ളത്? കേവലം ആഗാമി കർമ്മത്തിൽ മാത്രം. ആഗാമി എന്ന വാക്കിന്റെ അർത്ഥം വരാനിരിക്കുന്നത്, ഭാവിയിൽ വരാനിരിക്കുന്നത് എന്നാണ്. ഭാവിയിൽ വരാനിരിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തെ തന്നെയാണ്. ആ കർമ്മമാണല്ലോ ഭാവിയിൽ നമുക്ക് ഫലരൂപേണ വരേണ്ടത്. അപ്പോൾ നാം വർത്തമാന കാലത്തിൽ ചെയ്യുന്ന കർമ്മത്തിൽ നമുക്ക് പരിപൂർണമായ അധികാരമുണ്ട്, ആഗാമി കർമ്മത്തിൽ. പക്ഷേ ആ കർമ്മം, നാം ഒരു കർമ്മം ചെയ്തു, അടുത്ത നിമിഷം തന്നെ ആ കർമ്മം സഞ്ചിതമായി കഴിഞ്ഞു. പ്രപഞ്ച നിയമം അനുസരിച്ച് പിന്നെ നമുക്കതിൽ യാതൊരു അധികാരവുമില്ല. അതിൽ കൈകടത്തി എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുവാൻ നമുക്ക് അധികാരമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചു, പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, യൂണിവേഴ്സൽ ലോ എന്ന് പറയും. ആ യൂണിവേഴ്സൽ ലോയിൽ ഇടപെടാൻ തൽക്കാലം നമുക്ക് അധികാരമില്ല. നോക്കൂ, നമ്മളൊരു സ്ഥാപനത്തിൽ പോകുന്നു, ആ സ്ഥാപനത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥിതിയുണ്ട്. ആ നിയമവ്യവസ്ഥിതിയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാത്ത, പരിചയമില്ലാത്തൊരു സ്ഥാപനത്തിൽ കയറി അവിടെ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, ഈ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. കാരണം എന്താണ്? അതിൻ്റെ നിയമവ്യവസ്ഥിതി ഇവിടെ പുറത്താണ്. നമ്മൾ പുറത്ത് മീൻസ് നമുക്ക് അധികാരമില്ലാത്ത മേഖലയാണ്. ഇനി നമുക്ക് അധികാരം എങ്ങനെ ഉണ്ടാക്കണം? നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഭരണതലത്തിലേക്ക് ഉയരണം. അതേപോലെ പ്രപഞ്ചത്തിനൊരു ഭരണവ്യവസ്ഥിതിയുണ്ട്. ആ ഭരണവ്യവസ്ഥിതിയാൽ നിശ്ചയിക്കപ്പെട്ട പ്രാപഞ്ചിക നിയമങ്ങളുണ്ട്. ആ പ്രാപഞ്ചിക നിയമങ്ങളിൽ വരുന്നതാണ് അനേക പ്രതിഭാസങ്ങൾ, അനേക പ്രപഞ്ച പ്രതിഭാസങ്ങൾ. നമ്മൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിക്കാം. നമുക്ക് ഈ ലോകത്തിലെ മുഴുവൻ പുഷ്പങ്ങളെയും പറിച്ചു കളയാൻ കഴിയും, എടുത്തു മാറ്റാൻ കഴിയും. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യനും, ഒരാൾക്കും ശാസ്ത്രം എത്ര വികസിച്ചു കഴിഞ്ഞാലും ഋതുക്കളെ മാറ്റാൻ കഴിയില്ല. ഋതുക്കൾ വരരുത്, വസന്തകാലം വരരുത് എന്ന് പറഞ്ഞാൽ വസന്തകാലം വരാതിരിക്കില്ല, വസന്തകാലം വരിക തന്നെ ചെയ്യും. അതിൽ ചിലപ്പോൾ ചില ന്യൂനതകളോ കൂടുതലോ ഉണ്ടാകും. ചിലപ്പോൾ മഴക്കാലത്ത് അല്പം മഴ കുറഞ്ഞേക്കാം, കൂടുതൽ മഴ പെയ്തേക്കാം. പക്ഷെ ആ മഴക്കാലത്തില്, വർഷ ഋതുവില് മഴ പെയ്തിരിക്കും. ഇതെല്ലാം പ്രപഞ്ച നിയമമാണ്. ആ പ്രപഞ്ച നിയമത്തിൽ നമുക്ക് ഇടപെടാനേ കഴിയില്ല. അതേപോലെ തന്നെ നമ്മുടെ ആഗാമി കർമ്മം, വർത്തമാന കാലത്തിൽ നാം ചെയ്യുന്ന കർമ്മം, ആ കർമ്മം കഴിഞ്ഞ ഉടനെ അത് സഞ്ചിതമായി കഴിഞ്ഞു. ആ സഞ്ചിത അക്കൗണ്ടിനെ ഓപ്പൺ ചെയ്ത് അതിൽ കയറി എന്തെങ്കിലും ഓപ്പറേഷൻ നടത്താൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. സഞ്ചിതമായി കഴിഞ്ഞാൽ പിന്നെ അത് ഭോഗരൂപത്തിൽ, ഫലരൂപത്തിൽ, പ്രാരബ്ധമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആ പ്രാരബ്ധത്തെ അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പൊ നോക്കൂ, നമുക്ക് ഒരുപാട് ധനം ലഭിക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആഗാമി കർമ്മം അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണം. വർത്തമാനത്തെ കർമ്മം ധനത്തെ ആർജിക്കാനുള്ള, ധാർമ്മികമായ രീതിയിൽ ധനത്തെ ആർജിക്കാനുള്ള പ്രയത്നങ്ങൾ ചെയ്യണം. ആ പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രയത്നം സഞ്ചിതമായ അക്കൗണ്ടിലേക്ക് പോകും. സഞ്ചിതമായ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു കാലത്ത് നമ്മുടെ പ്രയത്നം സഫലമായി ഫലരൂപത്തിൽ, ഭോഗരൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരണം. നമുക്കൊരുപാട് അറിവ് നേടണമെന്ന് കരുതുക. നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരുപാട് മേഖല ഈ ലോകത്തുണ്ട്. ഇനി ആധ്യാത്മികമായിട്ട് ഒരുപാട് ദർശനങ്ങളുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് അപാരമായ അറിവ് നേടണമെന്ന് കരുതും. നമ്മൾ ആ വിഷയത്തിന് വേണ്ടി അറിവ് നേടാൻ വളരെ തീവ്രമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഒരു ജന്മം, തീർച്ചയായിട്ടും അത് പ്രാരബ്ധ രൂപത്തിൽ, ഫലരൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ നാം പ്രയത്നിക്കാത്തത് കൊണ്ടാണ്, നാം വേണ്ട വിധത്തിൽ പ്രയത്നിക്കാത്തത് കൊണ്ടാണ് ഫലരൂപത്തിൽ നമ്മുടെ മുമ്പിൽ വേണ്ടത്ര ഫലങ്ങൾ പ്രകടമാകാത്തത്. നമ്മൾ കരുതും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എനിക്ക് ആവശ്യമായ ധനങ്ങളോ പദവികളോ എനിക്ക് ആവശ്യമായ അറിവുകളോ ലഭിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണെന്ന് കരുതും. അവയെ നേടിയെടുക്കാനുള്ള പ്രയത്നം നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ കരുതുന്നു, അയ്യോ എനിക്ക് ആരുടെയും സ്നേഹം കിട്ടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു,
ചുറ്റുപാടും ബന്ധുക്കളൊക്കെ ഉണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ ആരുടെയും പരിഗണനയോ സ്നേഹമോ എനിക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല. ഇന്ന് നമ്മൾ വിലപിക്കുന്നു, ദുഃഖിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? കാരണം ആഗാമി കർമ്മത്തിൽ നാം സ്നേഹം വാരി വിതറിയിട്ടില്ല. നാം ഈ ലോകത്തിലെ സർവരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം സഞ്ചിതമായി തീരുകയും പിന്നീട് പല രൂപത്തിൽ പ്രാരബ്ധമായി നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരികയും ചെയ്യുന്നു. ഇവിടെ സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മള് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു കരുതുക. ഒരു വ്യക്തിയെ, ആ സ്നേഹത്തിന് പല പല മാനങ്ങളുണ്ടല്ലോ. മാതാപിതാക്കൾ പുത്രന്മാരെ സ്നേഹിക്കുന്നു, ഒരു കാമുകി കാമുകനെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഒരു സുഹൃത്ത് സുഹൃത്തിനെ സ്നേഹിക്കുന്നു. അങ്ങനെ പല പല മാനങ്ങളും സ്നേഹത്തിനുണ്ട്. അതിലേത് മാനമായാലും കുഴപ്പമില്ല, ഏത് രീതിയാണെങ്കിലും കുഴപ്പമില്ല. നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് കരുതി. സ്നേഹിക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യം, നമ്മുടെ കർത്തവ്യം എന്നുള്ളത് ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നത് മാത്രമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് നാം ആ വ്യക്തിയോട് സ്നേഹത്തെ ഒഴുക്കുമ്പോൾ, ആ വ്യക്തിയിലേക്ക് സ്നേഹത്തെ ഒഴുക്കുമ്പോൾ, ഈ സ്നേഹം വാസ്തവത്തിൽ എത്തിച്ചേരുന്നത് ആ വ്യക്തിയിലേക്ക് മാത്രമല്ല. കാരണം നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം പ്രവഹിക്കുന്നു. സ്നേഹം എങ്ങോട്ട് പ്രവഹിക്കുന്നു? സ്നേഹം പ്രവഹിക്കുന്നത് ആ പ്രപഞ്ച നിയമ വ്യവസ്ഥിതിയിലേക്കാണ്. സഞ്ചിതമായിരിക്കുന്ന കാർമിക് അക്കൗണ്ടിലേക്കാണ് നമ്മുടെ സ്നേഹം പ്രവഹിക്കുന്നത്. ആ സ്നേഹം ഒരു അപകടവും ഇല്ലാതെ, ഒരു പരിക്കുമില്ലാതെ സുരക്ഷിതമായിട്ട് അവിടെ സേവ് ചെയ്യപ്പെടും. ആ സേവ് ചെയ്യപ്പെട്ട സ്നേഹം ഇരട്ടിയായി പലിശ സഹിതം നമ്മളിലേക്ക് പ്രാരബ്ധ രൂപേണ ഒഴുകിയെത്തും. എങ്ങനെ ഒഴുകിയെത്തും? ആ വ്യക്തിയിൽ നിന്ന് മാത്രമല്ല, നാം ആരെയാണോ സ്നേഹിച്ചത് ആ വ്യക്തി തന്നെ തിരിച്ചു നമുക്ക് ആ സ്നേഹം തരണമെന്നില്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയിലേക്ക് സ്നേഹം ഒഴുകിയിട്ടുണ്ട്. ആ സ്നേഹം വാസ്തവത്തിൽ ആ വ്യക്തിയിലേക്ക് മാത്രമല്ല ചെന്നത്, നമ്മുടെ സഞ്ചിത അക്കൗണ്ടിലേക്കാണ്. ആ അക്കൗണ്ടിൽ നിന്ന് മറ്റാരിലൂടെയെങ്കിലും നമ്മൾ അറിയാത്ത, നമ്മളൊരു ഉപകാരവും ചെയ്യാത്ത, നാം ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്തില്ല, നമുക്ക് ജീവിതത്തിൽ പരിചയമില്ല, അങ്ങനെയുള്ള ആളുകളിലൂടെ നമ്മളിലേക്ക് നാം കൊടുത്ത സ്നേഹം ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഇതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യം എന്താണ്? ഒരു വ്യക്തി, നമ്മൾ ഒരുപാട് ഒരു വ്യക്തിയെ സ്നേഹിച്ചു, വിശ്വസിച്ചു, ഒരുപാട് കെയർ ചെയ്തു, ആ വ്യക്തി നമ്മൾ ഇട്ടേച്ചു പോയി. നമുക്ക് വലിയ ദുഃഖം. ഞാൻ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട്. നമുക്ക് ഞാൻ പറഞ്ഞു, സ്നേഹത്തിന് പല മാനങ്ങളുമുണ്ട്. ഇപ്പോ മാതാപിതാക്കൾ പുത്രനെ സ്നേഹിക്കുന്നു, പുത്രന്മാര് മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. ഏത് സ്നേഹമായിക്കൊള്ളട്ടെ, നാം ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നു എന്ന് കരുതുക. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് കെയർ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ആ വ്യക്തി നമ്മളോട് നീതി കാണിച്ചില്ല, നമ്മുടെ സ്നേഹത്തിന് യാതൊരു വിലയും തന്നില്ല, നമ്മൾ ഇട്ടേച്ച് പോയി, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു തരാതെ, നാം കൊടുത്ത സ്നേഹം തിരിച്ചു തരാതെ മാറി നിന്നു. നമ്മൾ ദുഃഖിക്കും. അയ്യോ, ഞാൻ ഇത്രയും കാലം ആ വ്യക്തിയെ സ്നേഹിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ, എൻ്റെ ഒരുപാട് സമയം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി വിനിയോഗിച്ചു, അതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന് നമ്മളിങ്ങനെ ദുഃഖിക്കും. അതൊന്നും വെറുതെ ആയില്ല. മറിച്ച് നാം കൊടുത്ത സ്നേഹം എവിടെയും നഷ്ടപ്പെടാതെ സുരക്ഷിതമായിട്ട് സഞ്ചിത അക്കൗണ്ടിലുണ്ട്. അതെവിടെ നഷ്ടപ്പെട്ടില്ല. നമ്മൾ കരുതുകയാണ് ആ വ്യക്തി മാറിയത് കൊണ്ട് നാം ഇത്രയും കാലം ആ വ്യക്തി കൊടുത്ത സ്നേഹം എല്ലാം നഷ്ടപ്പെട്ടു, വേസ്റ്റ് ആയെന്ന് കരുതുകയാണ്. അല്പം പോലും വേസ്റ്റ് ആയില്ല. എല്ലാം എവിടെയുണ്ട്? എല്ലാം സഞ്ചിതമായിരിക്കുന്ന കാർമിക് അക്കൗണ്ടിലുണ്ട്, കർമ്മനിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് പ്രാരബ്ധ രൂപേണ നമ്മളിൽ ഏതെങ്കിലും വ്യക്തിയിലൂടെ തിരിച്ചു വരും, ഉറപ്പാണത്. അത് തിരിച്ചു വരാതിരിക്കില്ല. അപ്പൊ നമ്മൾ നിരന്തരം ഈ ലോകത്തിനെ നിരന്തരം സ്നേഹിക്കുകയാണെങ്കിലോ, നമ്മൾ എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുന്നു. ഒരു കുഞ്ഞു മുതൽ വലിയ ആളുകളെ വരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു, അവർക്ക് സാന്ത്വനം പകരുന്നു, വാത്സല്യം പകരുന്നു. ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു മഴ പോലെ ഈ ലോകത്തിൽ നിന്ന് നമ്മളിലേക്ക് പ്രാരബ്ധ രൂപേണ സ്നേഹവും സന്തോഷവും സമാധാനവും ഒഴുകിയെത്തും. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് വിശാലമായ അധികാരമുണ്ട്. നമ്മുടെ ജീവിതത്തെ ഏത് പ്രകാരവും ശ്രേഷ്ഠമാക്കി തീർക്കാനുള്ള വിശാലമായ അധികാരമാണ് വാസ്തവത്തിൽ കർമ്മ സിദ്ധാന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരിക്കലും ഒരു ചർച്ചയിൽ ഈ കർമ്മ സിദ്ധാന്തം അശാസ്ത്രീയമാണെന്ന് ഒരാൾ പറയുകയുണ്ടായി. ഇപ്പൊ നമ്മൾ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട, മീൻസ് വേദാന്തികള്,
അദ്വൈതികള്, നിരീശ്വരവാദികള്, വിവിധ മത അനുയായികൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു സെമിനാർ ആയിരുന്നു. ആ സെമിനാറിൽ ഒരാൾ പറഞ്ഞു, ഭാരതീയ കർമ്മ സിദ്ധാന്തം അത് ശാസ്ത്രീയമല്ല. കാരണം ഒരു വ്യക്തി കർമ്മഫലത്തിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ അവന്റെ പ്രയത്നത്തിന് എന്ത് സ്വാതന്ത്ര്യം? അവൻ എത്ര പ്രയത്നിച്ചാലും അവന് ഇത്ര മാത്രമേ ഈ ജീവിതത്തെ അനുഭവിക്കാൻ യോഗമുള്ളൂ എന്നാണ് നിശ്ചിതമെങ്കിൽ അവന്റെ പ്രയത്നത്തിന് എന്ത് ഫലം, എന്ത് പ്രസക്തി എന്നൊക്കെ ചോദിക്കേണ്ടായി. വാസ്തവത്തിൽ പ്രയത്നത്തിന് പരിപൂർണമായ ഫലം ലഭിക്കും. പക്ഷെ ആ ഫലം എന്ന് വന്നു ചേരും. ചില ഫലങ്ങൾ നാം കർമ്മം ചെയ്ത തത്ക്ഷണം തന്നെ, ഉടനെ തന്നെ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാരബ്ധം വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കർമ്മം, ഒരു ആഗാമി കർമ്മം നമ്മൾ ചെയ്തു, ഒരു കർമ്മം ചെയ്തു. ആ കർമ്മം എപ്പോഴാണ് പ്രാരബ്ധ രൂപത്തിൽ, ഫലരൂപത്തിൽ എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ അടുത്ത നിമിഷം വരാം, വേണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞു വരാം, വേണമെങ്കിൽ അടുത്ത ജന്മം വരാം, വേണമെങ്കിൽ അനേക ജന്മം കഴിഞ്ഞു വരാം. അപ്പൊ നാം ചെയ്യുന്ന കർമ്മം, അതിന്റെ ഫലം ഏത് സമയത്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷനാണ് എല്ലാവരിലേക്കും സ്നേഹത്തെയും ശാന്തിയെയും കാരുണ്യത്തെയും സദ്ഗുണങ്ങളെയും ഒഴുകുക. ഒരാളെയും വെറുക്കരുത്. നാം 100 പേരെ മനസ്സുകൊണ്ട് വെറുത്തു കഴിഞ്ഞാൽ, നോക്കൂ, ശ്രദ്ധിക്കണം, നമ്മൾ കരുതുന്നു ഞാൻ ആ വ്യക്തിയെ വെറുക്കുന്നു, എനിക്ക് ആ വ്യക്തിയോട് അസൂയുണ്ട്, ഈഗോയുണ്ട്. ഇതാരും അറിയുന്നില്ല എന്നാണ്. നമ്മൾ ആ വ്യക്തിയെ വെറുത്തു കഴിഞ്ഞാൽ ആ വെറുപ്പ് എവിടേക്കാണ് പോകുന്നത്? വെറുപ്പിന്റെ ഫീലിങ്സ് ഉള്ളിൽ നിന്ന് ജന്മം കൊണ്ടു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, കർമ്മം എന്ന് പറഞ്ഞാൽ കേവലം ശരീരം കൊണ്ട് ചെയ്യുന്ന ആക്ഷൻസ് മാത്രമല്ല കർമ്മം. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന ചിന്തകൾ, ബുദ്ധി കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ കർമ്മമാണ്. അവയ്ക്കെല്ലാം തന്നെ കർമ്മഫലങ്ങളുമുണ്ട്. നാം ഒരു വ്യക്തിയോട് വെറുപ്പ് കാണിച്ചാൽ ആ വ്യക്തി അത് അറിയുന്നില്ല. ആ വ്യക്തിക്ക് അറിയില്ല നമുക്ക് ആ വ്യക്തിയോട് വെറുപ്പുണ്ടെന്ന് കരുതുക. നമുക്ക് ആ വെറുപ്പുണ്ട് എന്ന കാര്യം ആ വ്യക്തിക്ക് അറിയില്ല എന്ന് കരുതുക. നമ്മൾ ആ വ്യക്തിയോട് വെറുപ്പ് കാണിക്കാൻ, ആ വെറുപ്പ് എവിടേക്കാണ് എത്തിച്ചേരുന്നത്? ആ വെറുപ്പ് സഞ്ചിത അക്കൗണ്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. സഞ്ചിത അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പ്രാരബ്ധ രൂപത്തിൽ ഫലമായി നമ്മുടെ മുമ്പിലേക്ക് അനേകായിരങ്ങളുടെ വെറുപ്പ് എത്തിച്ചേരും. ഇതാണ് കർമ്മ നിയമം. ഗഹനോ കർമ്മണ ഗതി. കർമ്മത്തിന്റെ ഗതി വളരെ ആഴമുള്ളതാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കർമ്മത്തിൽ നമുക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. ഒരു വ്യക്തി നമ്മളോട് എന്ത് മോശമോ കാണിച്ചോട്ടെ, നാം ആ വ്യക്തിയെ നിരന്തരം സ്നേഹിക്കുക, ആ വ്യക്തിയുടെ ഉയർച്ചയെ മാത്രം കാക്ഷിക്കുക. നമുക്ക് ആ വ്യക്തി അത്രയും അൺസൈക്കിൾ ആണെങ്കിൽ മാറി നിൽക്കാം, ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറിയേക്കാം. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയോട് വെറുപ്പ് ജനിക്കരുത്. വെറുപ്പ് ജനിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മുടെ തന്നെ സഞ്ചിത അക്കൗണ്ടിലേക്ക് ആ വെറുപ്പ് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വേറെ പല ആളുകളിലൂടെയും നമുക്ക് ആ വെറുപ്പ് തിരിച്ചു വരും. കാരണം സഞ്ചിതമായി കഴിഞ്ഞതെല്ലാം തന്നെ പ്രാരബ്ധ രൂപത്തിൽ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. അത് അനിവാര്യമായ നിയമമാണ്. നമ്മൾ കരുതും, ഞാൻ ഈ വ്യക്തിയെ ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ, ഞാൻ ഈ വ്യക്തിയോട് ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ, എന്നിട്ടും ഈ വ്യക്തി എന്നെ എന്തുകൊണ്ട് വെറുക്കുന്നു, എന്നിട്ടും ഈ വ്യക്തി എനിക്കിട്ട് പാര പണിയാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു? കാരണം എന്താണ്? നമ്മൾ മറ്റാരെയോ വെറുത്തിരുന്നു. ആ വെറുപ്പാണ് വേറെ ഏതോ വ്യക്തികളിലൂടെ പ്രാരബ്ധമായി നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് ഋഷിമാർ പറയും. ഈ കർമ്മത്തിന്റെ കാര്യത്തിൽ വളരെയധികം ജാഗരൂകരായിരിക്കണം. മനസ്സുകൊണ്ട് ഒരാളോട് പോലും വെറുപ്പ് ജനിക്കരുത്. നമുക്ക് നിലപാടെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായ, സ്പഷ്ടമായ, ശക്തമായ നിലപാടെടുക്കാം. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാം, ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഒരു ധാർമ്മികത വേണം. നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ ഈ നിലപാട് സഞ്ചിതമായി തീർന്നു കഴിഞ്ഞാൽ അത് ധാർമ്മികമായിട്ട് തന്നെ എൻ്റെ കാർമിക അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം എന്നും നിശ്ചയിച്ചുകൊണ്ട് ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ ശാസിക്കുന്നു അല്ലെങ്കിൽ വഴക്ക് പറയുന്നു, അതിന്റെ പുറകിൽ ഒരു സത്യമുണ്ട്, ശരിയുണ്ട്, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ശക്തമായ നിലപാടെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ മനസ്സിനെ കീറിമുറിച്ചാൽ വേറെ പല ആളുകളിലൂടെ നമ്മുടെ മനസ്സും കീറിമുറിയും. ഇതാണ് നിയമം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ സഞ്ചിതമായ കർമ്മം, ഈ സഞ്ചിതമായ കർമ്മം ഒരു വാസനയെ, സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നു. ആ പ്രവർത്തികളെല്ലാം സഞ്ചിത രൂപത്തിൽ
ചിത്തത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. എവിടെയാണ് സഞ്ചിതം സൂക്ഷിക്കപ്പെടുന്നത്? ചിത്തത്തിലാണ്. ഏറ്റവും സൂക്ഷ്മമായ ഒരു മനസ്സിന്റെ നിലയാണ് ചിത്തം എന്ന് പറയുന്നത്. ആ ചിത്തത്തിൽ സഞ്ചിത അക്കൗണ്ട്, അനേക കാലങ്ങളിൽ ചെയ്ത കർമ്മ സഞ്ചയങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ കർമ്മ സഞ്ചയങ്ങളുടെ ഫലമായി ആ കർമ്മ സഞ്ചയത്തിനനുസരിച്ച ഒരു വാസനാവിശേഷം, ഒരു സംസ്കാരം നമ്മുടെ ചിത്തത്തിൽ രൂപപ്പെടുന്നു. ഒരു വ്യക്തി ധാർമ്മികമായ കാര്യങ്ങളിൽ ഒരുപാട് കാലം മുഴുകുന്നു എന്ന് കരുതുക. ആ വ്യക്തിയുടെ സഞ്ചിത അക്കൗണ്ടിൽ ഒരു ധാർമ്മിക സംസ്കാരം രൂപപ്പെടുന്നു. സംസ്കാരം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതായത് നമ്മൾ ആകെ ചെയ്ത കർമ്മങ്ങൾ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആകെ ചെയ്ത കർമ്മങ്ങൾ, അവയുടെ പൊതുവായ താല്പര്യത്തിനനുസരിച്ച്, പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ അത് എപ്രകാരമാണ്, അതിനനുസരിച്ചാണ് സംസ്കാരം നമ്മുടെ ഉള്ളിൽ ചിത്തത്തിൽ രൂപപ്പെടുന്നത്. ആ സംസ്കാരത്തിനനുസരിച്ച് ആ സംസ്കാരം എന്താവും? ഇന്ദ്രിയങ്ങളിലൂടെ, കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകും. അപ്പോൾ കർമ്മ സഞ്ചയത്തിനനുസരിച്ച് ചിത്തത്തിൽ രൂപം കൊണ്ട സംസ്കാരം, ആ സംസ്കാരം കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകുമ്പോൾ, കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രകടമായിട്ടില്ലെങ്കിൽ ആ സംസ്കാരം സംസ്കാര രൂപത്തിൽ തന്നെ ചിത്തിലിരിക്കുകയാണ്. പക്ഷെ ആ സംസ്കാരത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. കൈകാലുകള്, വാക്പാണി തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളുടെ ആ സംസ്കാരം പ്രകടമാകുന്നു. അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകുന്ന ആ സംസ്കാരത്തെയാണ് എന്ത് പറയുന്നത്? വ്യവഹാരം അഥവാ പ്രവൃത്തി എന്ന് പറയുന്നത്. നോക്കൂ, നമ്മള് ഇപ്പോൾ പ്രവർത്തിക്കുന്നു, ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നു, കുടുംബത്തിൽ പ്രവർത്തിക്കുന്നു, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. ഈ പ്രവൃത്തിയുടെ ഒരു ശാസ്ത്രീയമായ ഭാഷയാണ് വ്യവഹാരം. നമ്മുടെ വേദാന്ത ദർശനങ്ങളിലും മറ്റ് ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളിലൊക്കെ വ്യവഹാരം എന്ന് കണ്ടാൽ മനസ്സിലാക്കുക പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രവൃത്തി എങ്ങനെയാണ് ഉത്പന്നമാകുന്നത്? നാം തന്നെ ചെയ്ത കർമ്മം അത് സഞ്ചയമായി രൂപപ്പെടുകയും ആ സഞ്ചയം ഒരു വാസന ഉണ്ടാക്കുകയും ആ വാസന അഥവാ സംസ്കാരം കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകുകയും ചെയ്യും. അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രകടമാകുമ്പോൾ അതിനെ പ്രവൃത്തി എന്ന് പറയും. അപ്പൊ നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മക്കൾ, ചെറിയ മക്കൾ, അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, നല്ലത് ചെയ്യണം. അതിനെന്ത് വേണം? നല്ലത് ചെയ്യണമെങ്കിൽ അവരുടെ കർമ്മസഞ്ചയം, ആ സഞ്ചയത്തിൽ നല്ല സംസ്കാരത്തെ ഉണ്ടാക്കാൻ ഉതകുന്ന സംസ്കാര വിശേഷം കൊടുക്കണം. നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ആ സംസ്കാരം മാത്രമേ പ്രകടമാകൂ. ഇപ്പൊ ചുരുക്കി പറഞ്ഞത്, നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് കർമ്മസഞ്ചയത്തിലെ സംസ്കാരത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രവൃത്തി ജീവൻ മുക്തനിൽ, ഇവിടെ 6ാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറഞ്ഞ ബ്രഹ്മവിദ് വരനിലും ഈ ഒരു പ്രവൃത്തി ഉണ്ട്. ഉണ്ടോ? ജീവൻ മുക്തിന് പ്രവൃത്തി ഉണ്ടോ? 6ാമത്തെ ശ്ലോകത്തിൽ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ. അവനൗ ചരതി എന്ന് പറഞ്ഞു. ചരതി എന്ന് പറയുന്ന ക്രിയാപദം എന്താണ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. സഞ്ചരിക്കുക, മുന്നോട്ട്. അവനൗ, ഭൂമിയിൽ ചരതി, ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ബ്രഹ്മവിദ്വരൻ ഭൂമിയിൽ എന്തിന് സഞ്ചരിക്കുന്നു? ദേഹയാത്രയായി, ശരീര നിർവാഹനത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ബ്രഹ്മവിദ്വരൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ബ്രഹ്മവിദ്വരനാകുന്ന ജീവൻ മുക്തനിലും ക്രിയ ചെയ്യുന്നതായിട്ട് കാണുന്നു, വ്യവഹാരത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണുന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഇത് നമുക്ക് എങ്ങനെ സമന്വയിക്കാൻ കഴിയാം? ഒരു ജീവൻ മുക്തനായ മഹാത്മാവ് വ്യവഹാരം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു, പ്രവൃത്തി ചെയ്യുന്നു. അദ്ദേഹം എല്ലാ ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 ജീവൻ മുക്തന്മാരെ ഗുരുദേവനോട് പറയുന്നുണ്ട്. ഈ 4 ജീവൻ മുക്തന്മാരിലും പൊതുവായിട്ട് കാണുന്ന സവിശേഷതയാണ് ആദ്യത്തെ ജീവൻ മുക്ത ബ്രഹ്മവിത്തിന്റെ ജീവൻ മുക്ത ലക്ഷണത്തിൽ പറഞ്ഞത്. 5ാമത്തെ ശ്ലോകത്തിൽ ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം, അറിവാകുന്ന അഗ്നിയാൽ സർവത്തെയും ഭസ്മമാക്കി. സർവം എന്ന് പറയുമ്പോൾ എന്തിനെ നമ്മൾ മനസ്സിലാക്കണം? സഞ്ചിത, ആഗാമി, പ്രാരബ്ധം തുടങ്ങിയ സകല കർമ്മങ്ങളെയും ഭസ്മമാക്കി. അപ്പൊ എല്ലാറ്റിനെയും ഭസ്മമാക്കിയത് കൊണ്ടാണല്ലോ സർവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രാരബ്ധം മൈനസ് ബാക്കി എല്ലാറ്റിനെയും ഭസ്മമാക്കി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അറിവാകുന്ന അഗ്നിയിൽ കർമ്മസഞ്ചയത്തെ, കർമ്മ പ്രാരബ്ധത്തെ എല്ലാറ്റിനെയും ഭസ്മമാക്കിയ ഒരു ജീവൻ മുക്തൻ, ആ ജീവൻ മുക്തനിൽ നിന്ന് പിന്നെ എങ്ങനെ കർമ്മങ്ങൾ പ്രകടമാകുന്നു? എങ്ങനെ പ്രകടമാകുന്നു?
ദേഹയാത്രയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും അതും ഒരു കർമ്മമല്ലേ. ഈ ശരീരത്തെ നിലനിർത്തണം, ശരീരത്തിന് ആവശ്യമായ അന്നപാനീയങ്ങൾ കൊടുക്കണം, അതും ഒരു കർമ്മമല്ലേ. അതെങ്ങനെ പ്രകടമായി? മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ദ്വൈതത്തെയാണ്. നമ്മൾ സൈദ്ധാന്തികമായി, ദാർശനികമായി നമ്മൾ അദ്വൈതത്തെ പറയുന്നു. സർവം ഹി സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന എന്ന് പറയുന്നു. ഏകമേവാദ്വിതീയം ബ്രഹ്മ, ഈ നമ്മുടെ ദർശനമായ അവസാനത്തെ ശ്ലോകമാണ്. ഇവിടെ ഒരേ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നെല്ലാം നമ്മൾ ഏകത്വത്തെ പറയുന്നു. പക്ഷെ നമ്മൾ കണ്ണുറന്ന് നോക്കുമ്പോൾ, ചെവി ഉറന്ന് കേൾക്കുമ്പോൾ ഭിന്നതയെ മാത്രം കാണുന്നു. അനേക ശബ്ദങ്ങളെ കേൾക്കുന്നു, അനേക രൂപങ്ങളെ കാണുന്നു. അപ്പൊ വ്യവഹാര ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ട് ദ്വൈതം അനുഭവപ്പെടുന്നു? കാരണം നമ്മൾ എല്ലാവരും താതാത്മ്യപ്പെട്ടിരിക്കുന്നത് ജീവനിലും ഇന്ദ്രിയങ്ങളിലുമാണ്. ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയും എല്ലാം ചേർത്ത് നമുക്ക് പൊതുവായിട്ട് ജീവൻ എന്നുള്ളൊരു സംജ്ഞ കൊടുക്കാം. ആ ജീവനുമായിട്ട് നമുക്ക് താതാത്മ്യമുണ്ട്. തദൈവ ആത്മാ ഇതി മന്യതേ, ഇത് താതാത്മ്യം, അത് തന്നെയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. ഇതാണ് താതാത്മ്യം. അപ്പൊ ജീവതാതാത്മ്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വ്യവഹാരത്തിൽ നമുക്ക് ദ്വൈതത്തെ അനുഭവപ്പെടുന്നത്, ഭിന്നതകളെ അനുഭവപ്പെടുന്നത്, രണ്ടെന്ന ഭാവത്തെ അനുഭവപ്പെടുന്നത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നാശു തൻ മതിമറന്ന്. 1000 ത്രിപുടി എന്ന് പറഞ്ഞാൽ അനേകായിരം ത്രിപുടികൾ, അനേകായിരം ദ്വൈതഭാവങ്ങൾ എങ്ങനെ വന്നു? ജീവഭാവത്തോട് താതാത്മ്യം പ്രാപിച്ചതിനാൽ. എന്നാൽ ഈ ജീവഭാവത്തെയാണ് ആദ്യമായിട്ട് ഒരു ജീവൻ മുക്തൻ ഖണ്ഡിതനാക്കുന്നത്. നമുക്ക് ജീവന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനായ ആളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അപ്പൊ ജീവൻ മുക്തൻ ഈ ജീവഭാവത്തെ ആദ്യമായിട്ട് ഖണ്ഡിതമാക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ജീവൻ മുക്തനിൽ പിന്നെ എങ്ങനെയാണ് വ്യവഹാരം സംഭവിക്കുക? വ്യവഹാരം സംഭവിക്കണമെങ്കിൽ ദ്വൈതം വേണം. ആരിലാണോ ദ്വൈത ദൃഷ്ടിയുള്ളത് അയാൾക്കേ വ്യവഹരിക്കാൻ കഴിയുള്ളൂ. ഒരു ഗുരുദേവൻ മീൻസ് ഒരു ഗുരു, ഒരു ആചാര്യൻ ക്ലാസ് എടുക്കുന്നു. ആചാര്യൻ ക്ലാസ് എടുക്കുമ്പോൾ ആചാര്യന് ദ്വൈത ദൃഷ്ടി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. എന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ശിഷ്യന്മാരുണ്ട്. ഒരാൾ എപ്പോഴാണ് ഒരു ഗുരുനാഥനായിരിക്കുന്നത്? ശിഷ്യന്മാരുണ്ടാകുമ്പോൾ. ശിഷ്യന്മാരുണ്ട്, ഗുരുനാഥൻ വേറെയുണ്ട്. ഒരാൾ ഗ്രന്ഥം എഴുതുന്നു, അപ്പൊ ഗ്രന്ഥം അറിവ് വേറെയുണ്ട്, അറിവിൽ നിന്ന് ഭിന്നനായ ഞാൻ വേറെയുണ്ട്. അപ്പൊ നമ്മളെ ഏത് വ്യവഹാരത്തിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്നിൽ നിന്ന് ഭിന്നമായ ഒന്നിനോട് നമുക്ക് വ്യവഹരിക്കാൻ കഴിയും. അപ്പൊ വ്യവഹാരം പ്രവൃത്തി ഉണ്ട് എന്ന് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ക്രിയ ഉണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ക്രിയ ചെയ്യാൻ ഒരു ആള് വേണം, ആ ക്രിയയെ സംഭവിപ്പിക്കാൻ ഒരു ലോകം വേണം, വ്യത്യസ്തമായ വസ്തുവകകൾ വേണം, സാഹചര്യങ്ങൾ വേണം. ചുരുക്കി പറഞ്ഞാൽ ദ്വൈതം, ഭിന്നത സർവത്ര വേണം. ഭിന്നത ഉണ്ടെങ്കിലേ നമുക്ക് ക്രിയ ചെയ്യാൻ സാധിക്കും. ഭിന്നതയെ കാണാത്ത ആർക്കെങ്കിലും, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് സാക്ഷാത്കരിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും ക്രിയ ചെയ്യാൻ സാധിക്കുമോ? എന്തിനോട് ക്രിയ ചെയ്യും? എന്തുപയോഗിച്ച് ക്രിയ ചെയ്യും? ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദേഹയാത്രയ്ക്ക് വേണ്ടി ക്രിയ ചെയ്യുന്നു. അവനോ ചരതി. ശ്രദ്ധിക്കുക, ചരതി എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാപദമാണ്, അത് ഒരു കർമ്മത്തെ സൂചിപ്പിക്കുന്ന ക്രിയാപദമാണ്. ദേഹയാത്രയ്ക്ക് വേണ്ടി കർമ്മം ചെയ്തു എന്ന് പറയുമ്പോൾ ദേഹമുണ്ട്, ആ ദേഹത്തെ പരിപോഷിപ്പിക്കുവാൻ ആവശ്യമായ അന്നപാനീയങ്ങൾ ലോകത്തുണ്ട്, സഞ്ചരിക്കാൻ ഒരു ഭൂമിയുണ്ട്, സർവത്ര ഭിന്നതയാണ്. നേരത്തെ പറഞ്ഞു, ഭിന്നതയെ കാണുന്നത് ആരാണ്? ഭിന്നതയെ കാണുന്നത് ജീവഭാവത്തോട് താതാത്മ്യം പ്രാപിച്ചയാളാണ്. ജീവഭാവത്തെ ഖണ്ഡിതമാക്കിയ ഒരു ജീവൻ മുക്ത മഹാത്മാവ്, ബ്രഹ്മവിദ്വരനായ മഹാത്മാവ്, ആ മഹാത്മാവിൽ ദേഹയാത്രയ്ക്കാണെങ്കിൽ കൂടിയും, കേവലം ദേഹയാത്രയ്ക്കാണെങ്കിൽ കൂടിയും എങ്ങനെ ഒരു വ്യവഹാരം, എങ്ങനെ ഒരു പ്രവൃത്തി സംഭവിക്കുന്നു? ഏകത്വത്തെ സാക്ഷാത്കരിച്ച ജീവൻ മുക്തൻ എങ്ങനെയാണ് ഭിന്നതകളിൽ അധിഷ്ഠിതമായ, വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായ വ്യവഹാരം ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ചിന്തനീയ വിഷയം. ഈ ശ്ലോകത്തിൽ ജീവൻ മുക്തന്റെ ആ വ്യവഹാരത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ജീവൻ മുക്തന്റെ ആ വ്യവഹാരത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് ആമുഖമായിട്ടാണ് ഇത്രയും പറഞ്ഞത്. വ്യവഹാരം ചെയ്യുന്നത് എല്ലാവരും ദ്വൈത തലത്തിലുള്ള സാധാരണക്കാരാണ് വ്യവഹാരം ചെയ്യുന്നത്. ഏകത്വത്തെ സാക്ഷാത്കരിച്ച ജീവൻ മുക്തന് പിന്നെ വ്യവഹാരം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ജീവൻ മുക്തൻ വ്യവഹരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ സാധിക്കും?
അപ്പോൾ മനസ്സിലാക്കുക, ജീവൻ മുക്തന്റെ മീൻസ് ഈ 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മവിദ് വരൻ എന്ന ജീവൻ മുക്തന്റെ വ്യവഹാരം എങ്ങനെയാണ്? ആ വ്യവഹാരമാണ് ജ്ഞാന അവിരുദ്ധ ആരബ്ധ ഫലാനിച്ച പശ്യന്നഭി ബാധിതത്വാത് പരമാർത്ഥത ന പശ്യതി. ഇത് വലിയൊരു പ്രാചീനമായ ഒരു ലക്ഷണമാണ്. എങ്ങനെയാണ് നമുക്ക് ജീവൻ മുക്തന്റെ വ്യവഹാരത്തെ സമർത്ഥിക്കുക എന്നുള്ളതിന്. ജ്ഞാന അവിരുദ്ധ ആരബ്ധ ഫലാനിച്ച, അത് കഴിഞ്ഞ് പശ്യന്നപി ബാധിതത്വാത് പരമാർത്ഥത ന പശ്യതി. അതിനർത്ഥം പറയാം. അപ്പൊ ഈ ഒരു ശ്ലോകത്തിന്റെ ആദ്യ വാക്ക് ജ്ഞാന അവിരുദ്ധ ആരബ്ധ ഫലാനി എന്നാണ്. ആരബ്ധം എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം. ഒരു ജീവൻ മുക്തനും ഈ ലോകത്തെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എപ്രകാരം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്? ജ്ഞാന അവിരുദ്ധ ഭാവത്തിൽ. ഇത് വളരെ രസകരമാണ്. കാരണം നമ്മളെല്ലാവരും ഈ ലോകത്തെ കാണുന്നു, കേൾക്കുന്നു. എങ്ങനെ അറിയുന്നു ഈ ലോകത്തെ? ജ്ഞാന അവിരുദ്ധ ഭാവത്തിൽ. ജ്ഞാന അവിരുദ്ധ ഭാവം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് വിരുദ്ധമല്ലാത്ത ഭാവത്തിൽ. നമ്മുടെ മുമ്പിൽ ഒരു വൃക്ഷം കാണുന്നു. ആ വൃക്ഷത്തെ നമ്മൾ എപ്രകാരം മനസ്സിലാക്കുന്നു? ഒരു വൃക്ഷമായിട്ട് മനസ്സിലാക്കുന്നു. ജ്ഞാനത്തിന്റെ ആധാരത്തിൽ അതൊരു വൃക്ഷമാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പശുവിനെ കാണുന്നു, നമ്മൾ എങ്ങനെ കാണുന്നു? ഒരു പശുവായിട്ട് കാണുന്നു. ഒരു മനുഷ്യനെ കാണുന്നു, നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഒരു മനുഷ്യനായിട്ട് മനസ്സിലാക്കുന്നു. അതൊരു മനുഷ്യനാണ്. ഈ ലോകത്തെ നമ്മൾ കാണുന്നത് പല പല വസ്തു വൈഭവങ്ങളിൽ നമ്മൾ കാണുന്നു. അതിനെ അതായിട്ട് മനസ്സിലാക്കി അതിന്റെ ജ്ഞാനത്തോടു കൂടിയാണ്. ഒരു പശുവിനെ കാണുന്നത് പശുത്വ ജ്ഞാനത്തോടു കൂടിയാണ്. ഒരു വൃക്ഷത്തെ കാണുന്നത് വൃക്ഷജ്ഞാനത്തോടു കൂടിയാണ്. ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് വേറെ പലതായിട്ട് തോന്നുന്നുണ്ട്. ഒരു മനുഷ്യൻ വരുന്നു, അതൊരു സിംഹമായിട്ട് തോന്നുന്നില്ലല്ലോ. മനുഷ്യൻ വരുന്നു സിംഹമായിട്ട് തോന്നുന്നെങ്കിൽ അതിനെ പറയാം ജ്ഞാന വിരുദ്ധ ഭാവം. മനുഷ്യൻ വരുന്നു മനുഷ്യനായിട്ട് തോന്നുന്നെങ്കിൽ എന്ത് പറയാം? ജ്ഞാന അവിരുദ്ധ ഭാവം. ഇപ്പൊ ലോകത്ത് സാമാന്യ ജനങ്ങൾ ഈ ലോകത്തെ അറിയുന്നത് ഇപ്രകാരമാണ്. ഒന്നിനെ അതായിട്ട് തന്നെ കാണുന്നു. ഇവിടെ ജീവൻ മുക്തൻ എങ്ങനെ കാണുന്നു? ജീവൻ മുക്തനിൽ ഉയർന്ന ഒരു ആധ്യാത്മിക എൻലൈറ്റ്മെന്റ് ഉണ്ടായി. പിന്നെ അദ്ദേഹം ഈ ലോകത്തെ എങ്ങനെ കാണുന്നു? ഇതേപോലെ തന്നെ. നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെ. വൃക്ഷത്തെ വൃക്ഷമായിട്ടും ഒരു പശുവിനെ പശുവായിട്ടും പൂച്ചയെ പൂച്ചയായിട്ടും നദിയെ നദിയായിട്ടും തന്നെയാണ് ജീവൻ മുക്തനും കാണുന്നത്. അല്ലാതെ ജീവൻ മുക്തൻ വേറെ ഏതെങ്കിലും ഗ്ലാസ് വെച്ച് വേറൊരു ഡൈമെൻഷനിലല്ല ഈ ലോകത്തെ കാണുന്നത്. അദ്ദേഹം കണ്ണു തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെയല്ല, വേറെ ഡൈമെൻഷനാണ് കാണുന്നത് എന്നൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് കാണുന്നത്. അതിനെയാണ് പറഞ്ഞിരിക്കുന്നത് ജ്ഞാന അവിരുദ്ധ ആരബ്ധ ഫലാനിച്ച. ഈ ശ്ലോകത്തിന് മുമ്പേയും കുറെ മന്ത്രങ്ങളുണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്താണ്. അതുകൊണ്ടാണ് ഈ ചാവിടെ വന്നത്. ജ്ഞാന അവിരുദ്ധ ആരബ്ധ ഫലാനിച്ച. എങ്ങനെയാണോ ജ്ഞാനം, എങ്ങനെയാണോ വസ്തുക്കൾ, അതേപോലെ തന്നെയാണ് ജീവൻ മുക്തനും കാണുന്നത്. പക്ഷേ ആ കാഴ്ചയിൽ ആ കാഴ്ചയ്ക്ക് നമ്മുടെ കാഴ്ചയിൽ നിന്ന് അല്പം ഒരു വ്യത്യാസമുണ്ട്. അല്പമൊന്നല്ല, മൊത്തം വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ആ വ്യത്യാസമാണ് അടുത്ത വരിയിൽ പറയുന്നത്. പശ്യന്നഭി ബാധിതത്വാത് പരമാർത്ഥത ന പശ്യതി. പശ്യന്നഭി, അഭി എന്ന് പറഞ്ഞാൽ എങ്കിൽ കൂടിയും. എന്തെങ്കിൽ കൂടിയും? പശ്യൻ, കാണുകയാണെങ്കിൽ കൂടിയും. ജീവൻ മുക്തൻ ഈ ലോകത്തെ കാണുകയാണെങ്കിൽ കൂടിയും. അപ്പോൾ ആ പശ്യൻ എന്നുള്ളതൊരു ഉപലക്ഷണമായിട്ട് എടുത്ത് ഈ ലോകത്തെ കാണുക, കേൾക്കുക, അറിയുക മൊത്തത്തിലെടുക്കാം. ജീവൻ മുക്തൻ ഈ ലോകത്തെ അറിയുകയാണെങ്കിൽ കൂടിയും കാണുകയാണെങ്കിൽ കൂടിയും കേൾക്കുകയാണെങ്കിൽ കൂടിയും എങ്ങനെ കാണുന്നു? പറയുന്നു ബാധിതത്വാത് പരമാർത്ഥത ന പശ്യതി. ബാധിതമാക്കിയതിനാൽ പാരമാർത്ഥികമായിട്ട് അവിടുന്ന് ഒന്നും കാണുന്നില്ല. ന പശ്യതി. നമുക്ക് പശ്യന്നഭി ന പശ്യതി, കാണുകയാണെങ്കിൽ കൂടിയും ന പശ്യതി, ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ട്? ബാധിതത്വാത്, ബാധിതമാക്കിയതിനാൽ. ഇതാണ് ജീവൻ മുക്തന്റെ കാഴ്ച. നമ്മളും കാണുന്നു, ജീവൻ മുക്തനും കാണുന്നു. ജീവൻ മുക്തൻ എപ്രകാരം കാണുന്നു? കാണുകയാണെങ്കിൽ കൂടിയും ന പശ്യതി, ഒന്നും കാണുന്നില്ല. കാരണം എന്താണ്? ഹേതു എന്താണ്? ബാധിതത്വാത്, ബാധിതമാക്കിയതിനാൽ. ഇപ്പോൾ ഈ ബാധിതം എന്ന വാക്കിനെ നമ്മൾ
ഇതിനു മുമ്പും പല സന്ദർഭങ്ങളിൽ ഈ ഒരു പഠന ക്ലാസിന്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ബാധിതമാക്കുക? ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്രഹ്മാകാര വൃത്തി ദർശനമാലയിൽ 5-ാമത്തെ അധ്യായമായ ബാണദർശനത്തിൽ എന്താണ് ബ്രഹ്മാകാര വൃത്തി എന്ന് നമ്മൾ സവിസ്തരം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിസ്തരിക്കുന്നില്ല. പഠിതാക്കൾ 5-ാം അധ്യായം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ബ്രഹ്മാകാര വൃത്തിയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. ആ ബ്രഹ്മാകാര വൃത്തിയിലൂടെ മൂല അജ്ഞാനത്തെ ബാധിതമാക്കിയാൽ അജ്ഞാനജന്യമായ ഇദന്ത സമ്പൂർണമായിട്ടും ബാധിതമാകുന്നു. ഇതൊരു ശാസ്ത്രീയ നിർവചനമാണ്. ഇതിന്റെ അർത്ഥം പറയാം. എന്താണ് നമ്മുടെ നിർവചനം? ബ്രഹ്മാകാര വൃത്തിയിലൂടെ മൂല അജ്ഞാനത്തെ ബാധിതമാക്കിയാൽ അജ്ഞാനജന്യമായിരിക്കുന്ന ഇദന്ത സമ്പൂർണമായും ബാധിതമാകുന്നു. ഇപ്പൊ നമ്മുടെ ദർശനശാസ്ത്രങ്ങളിൽ വരുന്ന ഒരു പദമാണ് ഇദന്ത എന്നുള്ളത്. ഈ പിന്നെ ദയയുടെ ദ, പിന്നെന്ത, അന്ത്യത്തിന്റെ എന്താ, ഇദന്ത. നമ്മുടെ ഗുരുവിന്റെ കൃതികളിലും ഇത് വരുന്നുണ്ട്, ഇദന്ത എന്നുള്ള വാക്ക് വരുന്നു. അപ്പൊ എന്താണ് ഇദന്ത? ഇദന്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന അജ്ഞാനം, ഏറ്റവും മൂലമായിരിക്കുന്ന അജ്ഞാനം തൊട്ട് ആ അജ്ഞാനത്തിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന ജഡപ്രപഞ്ചം, സമ്പൂർണ്ണ ജഡപ്രപഞ്ചം, ഇതിനെല്ലാം ചേർത്ത് പൊതുവായി പറയുന്ന വാക്കാണ് ഇദന്ത. അതായത് ഏറ്റവും മൂലമായിരിക്കുന്ന അജ്ഞാനം തൊട്ട് സമ്പൂർണ്ണ ജഡപ്രപഞ്ചം, ഈ സമ്പൂർണ്ണ ജഡപ്രപഞ്ചത്തെ നമ്മൾ എന്ത് പറയുന്നു? ഇദം എന്ന് പറയുന്നു. ഇദം എന്ന് പറഞ്ഞാൽ ഇത് എന്നർത്ഥം. അപ്പൊ നമുക്ക് ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഇദം ഭാവത്തിലാണ്. ഇത് എൻ്റെ വീട്, ഇത് എൻ്റെ നാട്, ഇത് എൻ്റെ ഗ്രാമം, ഇത് എൻ്റെ സംസ്ഥാനം, ഇത് എൻ്റെ രാഷ്ട്രം, ഇത് എൻ്റെ ഭൂമി, ഇതെന്റെ പ്രപഞ്ചം. അങ്ങനെ വിസ്തരിച്ച് പോയി കഴിഞ്ഞാൽ ഇത് എന്ന ഭാവത്തിലാണ് അറിയുന്നത്. ഇനി നോക്കൂ, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഇതെന്റെ മനസ്സ്. എല്ലാവരും മനസ്സിനെ അറിയുന്നുണ്ട്. ഞാൻ മനസ്സായിട്ടല്ല അറിയുന്നത്, മറിച്ച് ഇത് എൻ്റെ മനസ്സ്, ഞാൻ മനസ്സിനെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ മനസ്സ്, ഇത് എൻ്റെ ബുദ്ധി, ഇതെന്റെ ഇന്ദ്രിയങ്ങൾ, ഇതെന്റെ ശരീരം എന്നിങ്ങനെ ശരീര മനോബുദ്ധികളെയും ഇത് എന്ന രീതിയിലാണ് നമ്മൾ അറിയുന്നത്. ഇനി ഇതിനെല്ലാം നമുക്ക് മനസ്സിന് വരെ പറയാൻ സാധിക്കും. മനസ്സിനും സൂക്ഷ്മമാണ് ബേസിക് അജ്ഞാനം, ഏറ്റവും മൂലമായിരിക്കുന്ന വ്യഷ്ടി അജ്ഞാനം. ആ അജ്ഞാനത്തെ പോലും നമ്മൾ ഇദം ഭാവത്തിലാണ് അറിയുന്നത്. അത് കുറച്ചും കൂടി നമ്മൾ ധ്യാനാത്മകമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാന ആവരണത്തെ പോലും ഇതെന്റെ അജ്ഞാനം എന്ന് അറിയാൻ സാധിക്കും. ഇത് എന്തിന് നമ്മൾ വ്യവഹാര ജീവിതത്തിൽ പോലും നമുക്ക് അജ്ഞാനത്തെ അറിയാൻ സാധിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ അജ്ഞാനമുണ്ട് എന്നുള്ള ആ അജ്ഞാനത്തെ, ആ അറിവില്ലായ്മയെ നമുക്ക് ഇദം ഭാവത്തിൽ അറിയാൻ കഴിയുന്നുണ്ട്. ഇത് എൻ്റെ അജ്ഞാനം. ഇപ്പൊ ഇദം ഭാവത്തിൽ അറിയപ്പെടുന്ന ബേസിക് അജ്ഞാനം തൊട്ട് ആ അജ്ഞാനത്തിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന സമ്പൂർണ്ണ ജഡപ്രപഞ്ചത്തെയും ഇദം ഭാവത്തിലാണ് നമ്മൾ അറിയുന്നത്. ഈ ഇദം ഭാവത്തെയാണ് ടോട്ടൽ ഇദന്ത എന്ന് പറയുന്നത്. ഇദന്ത. ഈ ഇദന്തയെ ബാധിതമാക്കുന്നു ഒരു ജീവൻ മുക്തൻ. എന്തുകൊണ്ട് ബാധിതമാക്കുന്നു? അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്. കുറച്ചുകൂടി പരിഷ്കരിച്ച് പറഞ്ഞാൽ ബ്രഹ്മാകാര വൃത്തിയെ കൊണ്ട്. അപ്പോൾ ഇദന്തയെ ബാധിതമാക്കിയ ആളാണ് ജീവൻ മുക്തൻ. വീണ്ടും നമുക്ക് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നത് എന്താണ് ഈ ബാധിതമാക്കൽ? എന്തിനെയാണ് ബാധിതമാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രതീതി മാത്രമാണ്. അതിൽ കാണുന്ന സത്യത്വം, ആ സത്യത്വം സ്വാഭാവികമല്ല, ആഗന്തുകമാണ് എന്ന് നിശ്ചയം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബാധിതമാക്കുക എന്ന് പറയുന്നത്. ഒരു വസ്തു ആ വസ്തു ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? ആ വസ്തു സത്യമായതിനാൽ. പക്ഷെ ആ ഉണ്മ അത് സ്വാഭാവികമല്ല, ആഗന്തുകമാണെന്ന് നിശ്ചയിക്കുന്നു. നമുക്ക് ആ വസ്തു ഇല്ല, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ അസ്തിത്വം ഇല്ല എന്ന് പറയുന്നില്ല. ആ വസ്തു ഉണ്ട്, സത്യമായി അത് പ്രതിഭാസിക്കുന്നു. പക്ഷെ ആ സത്യത്വം എന്താണ്? അത് സ്വാഭാവികമല്ല, ആഗന്തുകമാണ്. അപ്പൊ എന്താണ് ഈ ആഗന്തുകം എന്ന് പറഞ്ഞാൽ? നോക്കൂ, വെള്ളത്തിന്റെ സ്വാഭാവികത എന്താണ്? വെള്ളത്തിന്റെ സ്വാഭാവികത തണുപ്പാണ്.
നമ്മൾ ഒന്നും ചെയ്യാതെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് തണുപ്പാണ് ഇതിന്റെ സ്വാഭാവികത. പക്ഷെ നമ്മൾ ചൂടാക്കി, നമ്മളൊരു അടുപ്പില് സ്റ്റൗവിൽ വെച്ച് തീ കത്തിച്ചു, അല്പം വെള്ളം ചൂടാക്കി, ഇപ്പം തൊട്ട് നോക്കുമ്പോൾ വെള്ളത്തിൽ ഉഷ്ണമുണ്ട്. അപ്പോൾ ഉഷ്ണം എന്നുള്ളത് വെള്ളത്തിന്റെ സ്വാഭാവികമല്ല, മറിച്ച് ആഗന്തുകമാണ്. ആഗന്തുകം എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നിരിക്കുന്നത്. ഉഷ്ണമെന്ന് നാം ഇപ്പോൾ ഉഷ്ണജലം എന്ന് പറയുന്നതിൽ നാം അനുഭവിക്കുന്ന ഉഷ്ണം എന്ന സത്യം, ആ സത്യം വെള്ളത്തിന്റെ സ്വാഭാവികമായ സത്യമല്ല, മറിച്ച് ആഗന്തുകമായ സത്യമാണ്. അപ്പോ ഒന്നിനെ നാം സത്യമായിട്ട് അറിയുമ്പോൾ ആ വസ്തുവിന്റെ സത്യത്വം എന്നുള്ളത് സ്വാഭാവികമല്ല, ആഗന്തുകമാണ് എന്ന് നിശ്ചയിക്കുന്നതിനെയാണ് ബാധിതമാക്കുക എന്ന് പറയുന്നത്. ബാധിതമാക്കി കഴിഞ്ഞാലും നമുക്ക് ഉഷ്ണജലമായിട്ട് തന്നെ അനുഭവപ്പെടും. അപ്പൊ ഉഷ്ണജലം ജലത്തിന്റെ സ്വാഭാവികമല്ല, ഉഷ്ണജലത്തിലെ ഉഷ്ണത്വം അത് ജലത്തിന്റെ സ്വാഭാവികതയല്ല, മറിച്ച് ആഗന്തുകമാണ് എന്ന് നമ്മൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ വെള്ളം തൊട്ടാൽ പൊള്ളാതിരിക്കുമോ? പൊള്ളും. പിന്നെ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ തിളച്ച വെള്ളമാണെങ്കിൽ പൊള്ളും, അല്ലെങ്കിൽ ഉഷ്ണം അനുഭവപ്പെടും. ഈ ഉഷ്ണം ജലത്തിന്റെ യഥാർത്ഥമല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ ബാധിതമാക്കി കഴിഞ്ഞാലും നമ്മൾ ആ വസ്തുവിനെ കാണും, കേൾക്കും, അനുഭവിക്കും. അപ്പൊ നമ്മൾ മേൽപ്പോട് നോക്കിക്കഴിഞ്ഞാൽ നല്ല നീലാകാശം കാണാം നമുക്ക്, അല്ലെ? എല്ലാവർക്കും നീലാകാശം കാണാം. അങ്ങനെ ഒരു നീലാകാശം ഉണ്ടോ? അത് നമുക്ക് തോന്നുന്നതാണ്. മറ്റേ മുകളിൽ ഒരു നീലാകാശം, ഒരു നീല നിറത്തോടു കൂടി ആകാശം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. മേൽപോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആകാശം കാണാൻ കഴിയില്ല. അപ്പൊ ഈ നീലാകാശം, ആകാശ നീലിമ എന്നുള്ളത് അത് ഒരു സ്വാഭാവികമായ സത്യമല്ല, മറിച്ച് ചില പ്രാപഞ്ചിക പ്രാപഞ്ചിക ക്രമീകരണങ്ങളാൽ, ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രതീതിയാണ് ഈ ആകാശ നീലിമ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും അതിലുള്ള സത്യത്വം അത് സ്വാഭാവികമല്ല, ആഗന്തുകമാണ്, വന്നു ചേർന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മൾ കണ്ണോട് നോക്കിക്കഴിഞ്ഞാൽ ആകാശ നീലിമ കാണാൻ കഴിയും. കാനൽ ജലം, മരുഭൂമിയിലെ ജലം, ആ മരുഭൂമിയിലെ ജലം അത് സ്വാഭാവികമല്ല, ആഗന്തുകമാണ്. മരുഭൂമിയിലെ ജലം എന്നുള്ളതിലെ സത്യത്വം അത് സ്വാഭാവികമല്ല, സ്വതവേ ഉള്ളതല്ല, മറിച്ച് ആ സത്യത്വം വന്നു ചേർന്നിരിക്കുന്ന ആഗന്തുകമാണ് എന്ന് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാലും നമ്മൾ പിന്നെയും ആ മരുഭൂമിയിലെ കാനൽ ജലത്തെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കാം? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നിനെ പ്രമാണ വിചാരം കൊണ്ട്, അധിഷ്ഠാനത്തിന്റെ അറിവ് കൊണ്ട് ഒന്നിനെ നമ്മൾ ബാധിതമാക്കി എന്ന് കരുതുക. ബാധിതമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ജ്ഞാനമാണ് ഉണ്ടാകുന്നത്? ഏത് പ്രകാരത്തിലുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന് ഒരു കാനൽ ജലത്തെ നാം കാണുന്ന സമയത്ത് കാനൽ ജലത്തിന്റെ സത്യത്വത്തെ ബാധിതമാക്കിയ ഒരു വ്യക്തിക്ക് ആ കാനൽ ജലം അവിടെ ഇല്ല എന്നുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കാനൽ ജലം കാണുന്നു, മരുപ്പച്ചയല്ല കാനൽ ജലം കാണുന്നു. ആ കാനൽ ജലത്തെ കാണുമ്പോഴും അങ്ങനെ ഒരു ജലം അവിടെ ഇല്ല എന്നുള്ള ബോധ്യമാണുള്ളത്. അതേപോലെ തന്നെ ഒരു ജീവൻ മുക്തൻ ശരീര മനോബുദ്ധി ഇന്ദ്രിയ പ്രപഞ്ച വ്യവസ്ഥിതിയെ ബാധിതമാക്കിയാൽ, മീൻസ് അതിനെ പൊടിച്ചു മാറ്റി ഇല്ലാതാക്കി എന്നല്ല, അതിലെ സത്യത്വം, ഈ ശരീര മനോബുദ്ധികളിലും പ്രപഞ്ചത്തിലും നമ്മൾ അനുഭവിക്കുന്ന സത്യത്വം അത് സ്വാഭാവികമല്ല, അത് ആഗന്തുകമാണ്. ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഈശ്വരനുണ്ട്, ബ്രഹ്മമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അസ്തിത്വമാണ് പ്രപഞ്ചത്തിന്റെ അസ്തിത്വമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. പ്രപഞ്ചത്തിന് അസ്തിത്വം ഇല്ല എന്ന് സ്ഥാപിക്കലല്ല ബാധിതമാക്കുക എന്നതിന്റെ അർത്ഥം, മറിച്ച് പ്രപഞ്ചത്തിൽ നാം അനുഭവിക്കുന്ന അസ്തിത്വം അത് ബ്രഹ്മത്തിൽ നിന്ന് വന്നു ചേർന്നതാണ്, ആഗന്തുകമാണ്, അല്ലാതെ പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയല്ല. ആ രീതിയിൽ പ്രപഞ്ച വ്യവസ്ഥിതിയെ ബാധിതമാക്കിയ ഒരാൾ, ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ ബാധിതമാക്കിയ ജീവൻ മുക്തൻ ഈ ശരീരത്തെ കാണുന്നു. ഈ ശരീരത്തെ കാണുമ്പോഴും ഇന്ദ്രിയങ്ങളെ കാണുമ്പോഴും മനസ്സിനെ കാണുമ്പോഴും വ്യവഹരിക്കുമ്പോഴും കാര്യകരണ സംഘാതമായി ശരീരേന്ദ്രിയ മനോബുദ്ധികളെ കണ്ട് അതിനോട് ചേർന്ന് വ്യവഹരിക്കുമ്പോൾ അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്, ഇതെല്ലാം പ്രതീതി മാത്രമാണ്, ഇതെല്ലാം കേവലം പ്രതീതി മാത്രമാണ്, യാതൊരു സത്യത്വവും ഇതിലില്ല എന്നുള്ള നിശ്ചയം കേവലം ഇന്റലക്ച്വലായിട്ട് മാത്രമല്ല, അത് തപസ്സിലൂടെ അറിവിലൂടെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ശരീരം എന്താണ്? പ്രാതീതിക സത്യമാണ്. നമ്മെ സംബന്ധിച്ച് ഈ ശരീരം യാഥാർത്ഥ്യമാണ്, ഇതിലെ സത്യത്വം സ്വാഭാവികമാണ്. ബ്രഹ്മവിദ്വരനെ സംബന്ധിച്ച് ഇതിലെ സത്യത്വം ആഗന്തുകമാണ്,
ഇത് സ്വാഭാവികമല്ല. അപ്പൊ ആ രീതിയിലാണ് ബ്രഹ്മവിദ് വരൻ ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ നിരീക്ഷിക്കുന്നത്, കാണുന്നത്, അറിയുന്നത്. ഇനി നോക്കൂ, അദ്ദേഹത്തിന്റെ വ്യവഹാരം എപ്രകാരമുള്ളതാണ്? അദ്ദേഹത്തിന്റെ വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല സ്വപ്നം കാണുന്നു. ആ സ്വപ്നകാലത്ത് നമ്മൾ ഉണരുന്നു. എങ്ങോട്ട് ഉണരുന്നു? ജാഗ്രത്തിലേക്ക് ഉണരുന്നു. ജാഗ്രത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു സ്വപ്നമായിരുന്നു കണ്ടത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഒരിക്കലും സ്വപ്നകാലത്ത് നമുക്ക് അറിയാൻ കഴിയില്ല ഇത് സ്വപ്നമായിരുന്നു എന്ന്. നമ്മൾ ഒറിജിനലായിട്ട് യാഥാർത്ഥ്യത്തിൽ അത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് കരുതുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. അതേപോലെ ഒരു ജീവൻ മുക്തൻ എന്ത് ചെയ്യുന്നു? ജീവൻ മുക്തൻ ഇതേപോലെയല്ല, സ്വപ്നകാലത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നത്തിന്റെ മധ്യത്തിൽ ഒരാൾ ഉണർന്നു എന്ന് കരുതുക. ഉണർന്നു എന്ന് കരുതിയാൽ മീൻസ് സ്വപ്നകാലത്തിൽ തന്നെ ഉണർന്നു, ജാഗ്രതയിലേക്കല്ല. സ്വപ്നകാലത്ത് തന്നെ ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ഞാൻ കാണുന്നതെല്ലാം ഒരു സ്വപ്നമാണ്. അപ്പൊ ആ സ്വപ്നമാണെന്ന് അനുഭവപ്പെട്ട അയാൾ എങ്ങനെയാണ് ഒരു സ്വപ്നകാലത്ത് വ്യവഹരിക്കുന്നത്? അതേപോലെയാണ് ജീവൻ മുക്തന്റെ വ്യവഹാരം. ജീവൻ മുക്തനെ സംബന്ധിച്ച് തന്റെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഈ പ്രപഞ്ചവും എല്ലാം സ്വപ്നകാലത്തിലെ സത്യം, സ്വപ്നകാലത്തിലെ ആഗന്തുക സത്യം എന്നതുപോലെയാണ് ജീവൻ മുക്തന്റെ വ്യവഹാരം. അതുകൊണ്ട് അദ്ദേഹം വ്യവഹാരം ചെയ്യുമ്പോഴും ആ വ്യവഹാരം സ്വപ്നകാലത്തിലെ സ്വപ്നമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആ വ്യവഹാരവുമായി ജീവൻ മുക്തിന് യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെ വ്യവഹാരം ചെയ്തു പോകും. പക്ഷെ എല്ലാ വ്യവഹാരങ്ങളും സംഭവിക്കുന്നു. ഒരിക്കല് വലിയ ബ്രഹ്മവിദ്വരൻ എന്ന സ്ഥിതിയെ പ്രാപിച്ച വലിയൊരു ഉച്ചകോടിയിൽപ്പെട്ട ഒരു മഹാത്മാവ്, ആ മഹാത്മാവിന് മാരകമായ അസുഖം വന്നു. മാരകമായ അസുഖം വന്നപ്പോ അദ്ദേഹം കരയുന്നു, അശ്രുപാതം, കണ്ണിലൂടെ ജലം ഒഴുകുന്നു, വേദന സഹിക്കവയ്യാതെ കരയുന്നു, ആർത്തലയ്ക്കുന്നു. അപ്പൊ പല ശിഷ്യന്മാരും ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുദേവ അല്ലെങ്കിൽ ഗുരു, അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങയുടെ മനസ്സ് വേദനിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങയുടെ ശരീരം വേദനിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഉടനെ ഗുരു പറഞ്ഞു, ഞാനും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്റെ മനസ്സ് ദുഃഖിക്കുന്നത്, എന്റെ മനസ്സ് വേദനിക്കുന്നത് ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ ശരീരം പീഡ അനുഭവിക്കുന്നത് ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ താല്പര്യം? താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മവിദ്വരനായി കഴിഞ്ഞാൽ, ജീവൻ മുക്തനായി കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധങ്ങൾ വരില്ല, പിന്നെ നമുക്ക് വ്യവഹാരമില്ല, നമ്മൾ ഏതോ ശൂന്യമായ സ്ഥിതി ലയിച്ചു പോകും എന്നൊന്നുമില്ല. മറിച്ച് ഈ ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ ഒരു സ്വപ്നകാലത്തിൽ എന്ന വണ്ണം നിരീക്ഷിക്കുവാൻ ഒരു ബ്രഹ്മവിത്തിന് കഴിയുന്നു. അദ്ദേഹം കരയുന്നു, ചിരിക്കുന്നു. അതാണ് പറയുന്നത്, പശ്യൻ നബി ന പശ്യതി. കാണുന്നെങ്കിൽ കൂടിയും ഒന്നും കാണുന്നില്ല, കേൾക്കുന്നെങ്കിൽ കൂടിയും ഒന്നും കേൾക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? ബാധിതത്വാത് പരമാർത്ഥത ന പശ്യതി. ഇതിന്റെ എല്ലാം സത്യത്വം യഥാർത്ഥമായ സത്യത്വമല്ല. സത്യത്വം ആഗന്തുകമാണ്, വന്നു ചേർന്നിരിക്കുന്നതാണ് എന്ന നിശ്ചയമുള്ളതിനാൽ അദ്ദേഹത്തിന് യാതൊരു ഇളക്കവുമില്ല. മറിച്ച് മനസ്സിനോടും ശരീരത്തോടും ബുദ്ധിയോടും എല്ലാം ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ചില മാതാപിതാക്കൾ കൊച്ചു കുട്ടികളുമായിട്ട് കളിക്കുന്നു. കൊച്ചു കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ അവരുടെ തലത്തിലേക്ക് ആ മാതാപിതാക്കൾ ഇറങ്ങിച്ചെല്ലുന്നു, കളിക്കുന്നു അല്ലേ? ആ കൊച്ചു കുട്ടികൾക്ക് ആനയായിട്ട് നിന്ന് കൊടുക്കും, ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ കെട്ടിപ്പിടിച്ച് കീഴ്മേൽ ചാടി മറിഞ്ഞ് എല്ലാ കളികളും കളിക്കും. അങ്ങനെ കളികൾ കളിക്കുന്നതുകൊണ്ട് അയാൾ ആനയായിട്ട് മാറുന്നുണ്ടോ? അങ്ങനെ കയ്യൊക്കെ ഉയർത്തി തുമ്പിക്കൈയായിട്ട് ആ കൊച്ചുകുട്ടിയെ ഭ്രമിപ്പിക്കുക. കൊച്ചുകുട്ടിക്ക് തോന്നുന്നത് ആനയാണ്, അയ്യോ അച്ഛനത് ഒരു ആനയായിട്ട് മാറി. പക്ഷെ അച്ഛനെ സംബന്ധിച്ച് ആനയായിട്ട് മാറിയോ? അച്ഛനെ സംബന്ധിച്ച് അത് കേവലം ഒരു ലീലാഭാവം മാത്രമാണ്, ഒരു ഭ്രമം മാത്രമാണ്. അത് അച്ഛൻ അറിയാം, ഇത് തന്റെ ഒരു ലീലാഭാവമാണ്. താൻ ആനയുമായിട്ടില്ല, പശുവുമായിട്ടില്ല, പൂച്ചയുമായിട്ടില്ല. ഇതേപോലെ ജീവൻ മുക്ത മഹാപുരുഷന്മാർ വ്യവഹരിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. അവരെ സംബന്ധിച്ച് പശ്യൻ അഭി ന പശ്യതി. പ്രവർത്തിക്കുകയാണെങ്കിലും യാതൊരു പ്രവൃത്തിയുമില്ല. ഈ ലോകത്തിന്റെ സത്യത്വം ഈ ലോകത്തിൻ്റെതല്ല, മറിച്ച് ഈശ്വരന്റെ അസ്തിത്വത്താൽ ഈ ലോകവും അസ്തിത്വമുള്ളതായി തീർന്നിരിക്കുകയാണ് എന്ന സത്യത്തെ അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതിലൂടെ അവർ ഈ ലോക സത്യത്തെ ബാധിതമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ദേഹയാത്രയ്ക്ക് വേണ്ടി ഒരാൾ ഇങ്ങനെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അന്നപാനീയങ്ങൾ സേവിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് തോന്നിയേക്കാം അതങ്ങനെയെല്ലാം സംഭവിക്കുന്നു. അവരെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു വ്യവഹാരവും ആന്തരിക ബോധമണ്ഡലത്തിൽ ഇല്ല തന്നെ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജീവൻ മുക്തന്റെ പ്രാരബ്ധ കർമ്മം. പ്രാരബ്ധ കർമ്മം എപ്രകാരം ജീവൻ മുക്തനെ ബാധിക്കുന്നു, അഥവാ പ്രാരബ്ധ കർമ്മവും ജീവൻ മുക്തനും എന്ന വിഷയത്തെ കുറിച്ച് നാം മനനം ചെയ്യേണ്ടത് ഇത്രയും പോയിന്റാണ്. ഇത്രയും പോയിന്റുകൾ ആധാരമാക്കി നമുക്ക് നമ്മുടെ മനനം എത്രത്തോളം വിസ്തൃതമാക്കാനും കഴിയും. അപ്പൊ തൽക്കാലം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. ഇനി 2-3 മിനിറ്റ് സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും.